നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഫ്രിഡ്ജിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ചാത്തടുത്തുപറമ്പിൽ ദമ്പതികളായ അഭിഷേക്, അപർണ എന്നിവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ ഫ്രിഡ്ജിനുള്ളിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. ഫ്ളാറ്റിലെ ശൗചാലയത്തിൽ വെച്ചാണ് കുഞ്ഞ് പുറത്തു വന്നത്. നഴ്സിംഗ് പഠിച്ചിട്ടുള്ളതിനാൽ സ്വയം ഭ്രൂണം വേർപെടുത്തി കളയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. രഹസ്യവിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസിന്റെ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം നടത്തുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കൊടുങ്ങല്ലൂരിൽ ഒരു ഫ്രിഡ്ജിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന്. സ്വാഭാവികമായും ആദ്യം സംശയിക്കുന്നത് ഇതൊരു കൊലപാതകമാണോ എന്നാണ്. കൊലപാതക സാധ്യത തേടിയായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. പക്ഷേ ആ യുവതിയുടെ മൊഴി ഇതാണ്: മാസം തികയാതെ പ്രസവിച്ചു, പിന്നീട് അതിനെ ഉപേക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം, പ്രയാസം കാരണം, വിഷമം കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നാണ്. ഇത് പോലീസ് എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? ടോം, 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഫീറ്റസ് ആണ് ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ചും ഈ യുവദമ്പതികൾ, അതായത് അവർ കുറച്ച് 3 മാസമായി അവിടെ തന്നെ താമസിച്ചു വരികയാണ്. അത് കൊടുങ്ങല്ലൂരിലുള്ള ഒരു സ്വകാര്യ ഫ്ളാറ്റിലാണ് ദമ്പതികളായ അഭിഷേകും അപർണയും താമസിച്ചു വന്നിരുന്നത്. ഈ 3 മാസത്തിന് മുൻപ് താൻ ഗർഭിണിയായിരുന്നു. അത് വയറുവേദനയെ തുടർന്ന്, അതായത് ഗർഭം അലസിയ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും താൻ നഴ്സ് ആയതുകൊണ്ട് തനിക്ക് അത് ഫീറ്റസ് റിമൂവ് ചെയ്യാനുള്ള സാങ്കേതികത അറിയാവുന്നത് കൊണ്ടാണ് അത് തനിയെ കട്ട് ചെയ്ത് അത് കളയാനുള്ള ഒരു അസൗകര്യവും ഒരു മാനസിക ബുദ്ധിമുട്ടും കൊണ്ടാണ് അതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതെന്നാണ് അപർണ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. അങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭ്രൂണം കണ്ടെത്തുകയും ചെയ്തിരുന്നത്. അതിനുശേഷം, അതായത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഗർഭസ്ഥ ശിശുവിനെ 3 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അസ്വാഭാവിക മരണത്തിനാണ് കൊടുങ്ങല്ലൂർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഇത് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ദമ്പതികളാണ് എന്ന് അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. അതായത് അവരുടെ ഭർത്താവാണ് അഭിഷേകുമായി ഒന്നിച്ച് താമസിച്ചു വരുന്ന സാഹചര്യത്തിലാണ് താൻ ഗർഭിണിയാവുകയും ഇത്തരത്തിൽ ഗർഭം അലസിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കടുത്ത വയറുവേദനയെ തുടർന്നാണ് 3 മാസം ഗർഭിണിയായിരുന്ന താൻ തന്റെ 3-ാം മാസത്തിലാണ് ഈ ഗർഭം അലസി പോകുന്നത്. അതേ തുടർന്ന് ഈ ഫീറ്റസ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. മാനസികമായ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ, അതായത് അപർണയുടെ ഭാഗത്തു നിന്നും പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഈ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞല്ലോ ഈ വിവരം ലഭിച്ചത്. അങ്ങനെയാണ് പോലീസ് ഈ വിഷയം അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷണത്തിന് ശേഷം ഈ ദമ്പതികളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ വിവരം അവര് വെളിപ്പെടുത്തുന്നത്. മാനസികമായി ഈ ഭ്രൂണം കളയുന്നത്, കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം കൊണ്ട് ആ ഭ്രൂണം കളയുന്നതിനുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയും അതേ തുടർന്ന് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമായിരുന്നു എന്നാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിരീക്ഷണത്തിലാണ് ഈ ദമ്പതിമാരുള്ളത്. അഭിഷേകും അപർണയും കൂടുതൽ നിരീക്ഷണത്തിലാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. പ്രത്യേകിച്ചും ഇത് നേരത്തെ ഇവർക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുമായിട്ടുള്ള മാനസിക അറ്റാച്ച്മെന്റ് മൂലം ഏതെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടോ, അതിന് മറ്റെന്തെങ്കിലും സൈക്കോളജിക്കൽ തെറാപ്പിയോ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ പോലീസിനും ആവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 194, അതായത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ആജ്ഞ, നമുക്കറിയാം സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു അമ്മയാകുക എന്ന് പറഞ്ഞാൽ, കുഞ്ഞിനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വൈകാരികമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറെ ഇതിനുവേണ്ടി നാളുകളായി കാത്തിരിക്കുന്ന ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. സ്വാഭാവികമായും ആ ഒരു കുഞ്ഞ്, അങ്ങനെ കാത്തിരുന്നൊരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അവർക്കുണ്ടാകും. ഈ പ്രസവാനന്തരം ഉണ്ടായ മാനസിക പ്രശ്നങ്ങൾ
ആ കുഞ്ഞിനോടുള്ളൊരു നഷ്ടപ്പെട്ടതിൻ്റെ വേദന, അത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു കൗൺസിലിങ്ങിനൊക്കെ അവരെ വിധേയരാക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ തുടക്കത്തിൽ പോലീസ് സംശയിച്ചത്, നമ്മൾ ഈ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം പല വാർത്തകൾ കേൾക്കുമ്പോഴും ആദ്യം ചിന്തിക്കുന്നത് ഈ കുഞ്ഞിനെ മാതാപിതാക്കൾ കൊലപ്പെടുത്തിയതാകാം എന്നാണ്. പക്ഷെ ഒരു 3 മാസം മാത്രം പ്രായമുള്ളൊരു ഭ്രൂണമാണ്, ഒരു ഗർഭസ്ഥ ശിശുവാണ്. അങ്ങനെ ഒരു കൊലപാതക സാധ്യത പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ടോ? ഈ യുവതി പറയുന്നതനുസരിച്ച് ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ, കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ അവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതായിരിക്കുമോ? ഈ കുഞ്ഞിനെ എപ്പോഴും കാണാനുള്ള ഒരു ആഗ്രഹം കാരണം അത്തരം ഒരു മാനസികാവസ്ഥയാണെങ്കിൽ അതൊക്കെ കൃത്യമായും പരിശോധിക്കേണ്ടതാണ്. എത്ര നാൾ മുൻപാണ് ഈ സംഭവം നടന്നതെന്ന് അറിയണം. എന്നാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചത്? എത്ര ദിവസമായി കുഞ്ഞിൻ്റെ ഈ മൃതദേഹം ഫ്രിഡ്ജിലുണ്ട്? ഇത്തരം കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ പോലീസ്? മാർച്ച് 20-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് മാർച്ച് 20-ാം തീയതി രാത്രി 11 മണിയോട് കൂടിയാണ് തനിക്ക് 3 മാസം ഗർഭിണിയായിരുന്നു. താൻ വയറുവേദന തുടങ്ങിയതിനെ തുടർന്നാണ് ഗർഭം അലസിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് താൻ നഴ്സാണ്, അതായത് ആ ഒരു പരിചയം കൊണ്ട് തന്നെയാണ് തനിക്ക് തനിയെ അത് വേർപെടുത്താനാകും. അതുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ സഹായത്തോടു കൂടി അവരുടെ കയ്യിൽ നിന്നും കത്രിക വാങ്ങിച്ച ശേഷമാണ് താനത് വേർപെടുത്തിയതെന്ന് അപർണ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ടോം സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അതിന് കൂടുതൽ, അതായത് മരിച്ചുപോയ കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, ആ കാത്തിരിപ്പ് 3 മാസം കൊണ്ട് ഒടുങ്ങിപ്പോയി അല്ലെങ്കിൽ അവസാനിച്ചു പോയി എന്നുള്ളത് ഒരു പെയിൻ കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു അങ്ങനത്തെ ഒരു അതിൽ നിന്നാണ് ഈ ഭ്രൂണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതെങ്കിൽ അത് എന്തായാലും പോലീസിന് കണ്ടെത്താനാകും. അങ്ങനെയെങ്കിൽ അവർക്ക് ഈ കൗൺസിലിംഗ് പോലെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടി വരും. പ്രത്യേകിച്ചും മാനസികമായിട്ട് അവർ ഒരു കുഞ്ഞിൻ്റെ വരവാണ്. അതുപോലെ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ ഒരാളെ വീട്ടിലേക്ക് വരാൻ അവർ പ്രിപ്പയർ ആയിട്ടുണ്ടാവും. അതിൽ നിന്നുണ്ടായ മെന്റൽ ഷോക്കിന്റെ സാഹചര്യമായിരിക്കാം. ഇതിനെ സിവിയർ ആയിട്ടുള്ള മെന്റൽ ഷോക്ക് ഒന്നും കണക്കാക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പുതിയ ഒരാൾ അവർ പെട്ടെന്ന് ഇല്ലാതായതിൻ്റെ പെയിൻ, അത് അവരുടെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ അവശേഷിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും അവർ പക്ഷേ ഇങ്ങനെ ഒരു ഭ്രൂണം സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. കാരണം പൊക്കിൽ കൊടിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത്തരം അത് ചില ആചാരത്തിന്റെ ഭാഗമായിട്ടുമൊക്കെ അത് സൂക്ഷിച്ചു വെക്കാറുണ്ട്, അതല്ലെങ്കിൽ അത് കുഴിച്ചിടാറുണ്ട്. അങ്ങനത്തെ ആചാരങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരം ആചാരങ്ങളുടെ ഭാഗം ഏതാണൊരു അവിശ്വസനീയമായ കഥ. ആജ്ഞ, ഇതിനി ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിലോ മറ്റോ ഇങ്ങനെ സൂക്ഷിച്ചതായിരിക്കുമോ, അതോ പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ ഇതിൻ്റെ ഒരു മനോവിഷമത്തിൽ ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ സൂക്ഷിച്ചതായിരിക്കുമോ, അതോ ഈ ഒരു അന്ധവിശ്വാസമായിരിക്കുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ സംഭവത്തെക്കുറിച്ച് ഈ ദമ്പതികൾക്ക് മാത്രമാണ് അറിവുണ്ടായിരുന്നത്, അതോ മറ്റു കുടുംബാംഗങ്ങൾക്കും ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? എങ്ങനെയാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചത്? പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയുന്നത് ഇതിൽ പ്രത്യേകിച്ചും ഈ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങുന്നതും ഈ ദമ്പതിമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് അപർണ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇതിൽ തനിക്ക് 3 മാസം താൻ ഗർഭിണിയായിരുന്നു, തനിക്ക് ഇത്തരത്തിലൊരു ഗർഭഛിദ്രം ഉണ്ടാവുകയും ആ കുഞ്ഞിന്റെ ഭ്രൂണം, ആ മരിച്ച കുഞ്ഞിന്റെ ആ സൈഗോട്ട്, ഈ ഫീറ്റസ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതും ചെയ്തത്. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ കൊടുങ്ങല്ലൂരിലെ ഫ്ലാറ്റിൽ ഫ്രിഡ്ജിനുള്ളിലാണ് 3 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. കുഞ്ഞിന് താൻ തന്നെയാണ് ജന്മം നൽകിയത്, അതായത് മാസം തികയാതെ പ്രസവിച്ചതാണ്. കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഫ്രിഡ്ജിൽ അതിനോടുള്ളൊരു മാനസിക അടുപ്പം കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. കൊല്ലം കടക്കലിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി
ഫാത്തിമ മുബഷിറുടെ മരണം ആത്മഹത്യയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തൂങ്ങിയ മരണമെന്നാണ് സ്ഥിരീകരണം. തുടർന്ന് ബന്ധുക്കളെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ആത്മഹത്യയാണെന്ന് സമ്മതിച്ചു. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് മരണകാരണം. ഈ ആത്മഹത്യ കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഏതാണ്ട് ഒരു മാസം മുൻപാണ് ഹൈദരാബാദിൽ ഈ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിനെ തുടർന്ന്, അതായത് ഈ കൊറിയൻ ഗെയിമുകളോട്, കൊറിയൻ സിനിമകളുടെ അഡിക്ഷൻ കാരണം മാതാപിതാക്കൾ ഇപ്പം മക്കളുടെ ഫോൺ വാങ്ങി വയ്ക്കുന്നു. അതിൻ്റെ മനോവിഷമത്തിൽ 3 സഹോദരിമാർ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി മരിച്ച വാർത്ത നമ്മൾ കേട്ടു. അത് ഹൈദരാബാദിലാണ്. പക്ഷേ ഇന്ന് ഇത് നമ്മുടെ കേരളം, അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ വിഷയം. നാളെ ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിലും ഉണ്ടാകാം. കാരണം നമ്മുടെ വീടുകളിൽ ഓരോ മക്കളും മൊബൈൽ ഫോണിന് അടിമകളാണ്. ആ ഫോണൊന്ന് അവരുടെ നിന്ന് വാങ്ങിയാൽ അവർ പല രീതിയിലുള്ള വിഭ്രാന്തികൾ കാണിക്കും. അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്ര അധികം ഫോണിനോട് അഡിക്റ്റായിരിക്കുന്നു. മറ്റ് സൗഹൃദങ്ങളില്ല. കുടുംബാംഗങ്ങളെക്കാൾ ബന്ധം ഫോണിനോടാകുന്നു. അങ്ങനെ അത് ഒരു പെട്ടെന്നത് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാനസികമായി തകർന്നു പോകുന്നൊരവസ്ഥ. ഒരു പക്ഷേ ഈ കടയ്ക്കലിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി 14-കാരിയായ ഫാത്തിമ മുബഷിറയ്ക്കും അതുതന്നെയായിരിക്കുമോ സംഭവിച്ചത്? ഈ ഫോൺ വാങ്ങിയതിൻ്റെ മനോവിഷമം തന്നെയാണോ ആത്മഹത്യ കാരണം? പോലീസ് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ഫോൺ വാങ്ങിയതിൽ ഉള്ള ഒരു മനോവിഷമത്തിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ആദ്യം വീട്ടുകാർ പറഞ്ഞത് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ആത്മഹത്യ ചെയ്തതായിട്ട് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് വീട്ടുകാരും ഈ കാര്യം സ്ഥിരീകരിച്ചത്. എന്തായാലും ഇത് വല്ലാത്ത ഒരു സംഭവമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ ഈ ഫോൺ വാങ്ങി വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള മാനസികാവസ്ഥ തകർന്ന നിലയിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വലിയ ഗൗരവമേറിയ ഒരു സംഭവമാണ്. മുൻപും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ടോം, ഇത് കടക്കലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അങ്ങനെ അവർ തന്നെയാണ് അഴിച്ചിറക്കി ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നില്ല, ഇങ്ങനെ തൂങ്ങി മരിച്ചതാണെന്ന് പറഞ്ഞിരുന്നില്ല. എന്തായാലും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. എന്തായാലും ഈ കുമുൾ പുല്ലുപണ സ്വദേശിയാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 14 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. അപ്പോൾ ഈ ഫോൺ ഉപയോഗം, അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗമാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നതാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കടക്കൽ പോലീസാണ് അന്വേഷിക്കുന്നത്. എന്താണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ ഒരു കാരണം, ഈ ഫോണിനകത്ത് ഇത്രത്തോളം അഡിക്ഷൻ ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണെന്ന് അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളുകളിലും നമുക്കറിയാം ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങുകളെല്ലാം നടന്നു വരുന്നുണ്ട്. ഈ ഫോണിന്റെ ഉപയോഗം ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ മനോനില തകരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് നിരവധി കൗൺസിലിങ്ങുകളെല്ലാം നടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ 9ാം ക്ലാസ് മാത്രം വിചാരിച്ചപ്പോൾ ഈ പരീക്ഷയൊക്കെ അടുത്ത സമയമാണ്. അപ്പോൾ മൊബൈൽ ഫോണിൽ അധികമായി ഇതൊരു ഏറെ ഗൗരവമുള്ള വിഷയമല്ലേ വിനീഷ്? നമുക്കറിയാം, ഈ വർഷം ആദ്യം, അതായത് ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇത് സമാനമായ നിരവധി വാർത്തകൾ നമ്മൾ കേട്ടത്. ഈ എറണാകുളം ചോറ്റാനിക്കരയിൽ ഒരു കൊറിയൻ കാമുകൻ, അതായത് ഒരു സാങ്കല്പിക കാമുകനാണ്. ഈ കൊറിയൻ കാമുകൻ മരിച്ചു എന്ന് അറിഞ്ഞ് ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ വാർത്ത ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് അങ്ങനെ ഒരു കാമുകൻ തന്നെയില്ല, ആരോ ഈ പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള പല കെണികളുമുണ്ട്. ഒരു പക്ഷേ AI പ്രണയങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ അജ്ഞാത പ്രണയങ്ങൾ, സാങ്കല്പിക പ്രണയങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള കെണികളും സോഷ്യൽ മീഡിയ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊറിയൻ സിനിമകൾ, കൊറിയൻ മറ്റു കഥാപാത്രങ്ങൾ, കൊറിയൻ മ്യൂസിക്, ഇതൊക്കെ ഈ കുട്ടികളെ, ഇപ്പോഴത്തെ പുതിയ തലമുറയെ, കൗമാരക്കാരെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. അവരതിലൂടെ അഡിക്റ്റ് ആകുന്നുണ്ട്. ഈ പെൺകുട്ടിയും, ഈ കൊല്ലം കടക്കൽ സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയും വല്ല ഗെയിമിനോടാണോ അല്ലെങ്കിൽ ഫോണിലെ മറ്റേതെങ്കിലും ടാസ്കുകളിൽ പെട്ടതാണോ? അതൊക്കെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതല്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഈ മൊബൈൽ ഉപയോഗവും അധികമായിട്ട് കുട്ടികൾ ഉണ്ടാകുമ്പോഴും അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധരുടെ ഒരു ചികിത്സ തേടേണ്ട സാഹചര്യം വരുന്നു. അതുപോലെ തന്നെ കുട്ടികൾ ഈ ദൈർഘ്യമേറിയ സമയം മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്നത് കൊണ്ട് അവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുന്നു. ഏകാന്തത തോന്നൽ, മാതാപിതാക്കളുമായൊക്കെ ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് വലിയൊരു രോഗത്തിലേക്ക് തന്നെ മാറുന്നത്. ഇത് പിന്നീട് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അങ്ങനെയാണ്. അപ്പോൾ ആ മൊബൈൽ ഫോണിന് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ ലോകങ്ങളെല്ലാം അവരുടെ എല്ലാ സമയവും മൊബൈൽ ഫോണിൽ തന്നെയാണ്. എല്ലാം തന്റെ സുഹൃത്തുക്കളിൽ നിന്നെല്ലാം വേർതിരിഞ്ഞ് മൊബൈൽ ഫോണിലേക്കുള്ള ഒരു അഡിഷൻ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും ഗെയിമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാറ്റിംഗ് വല്ലതും ആണോ എന്നതൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ മൊബൈൽ ഫോണ് പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്ന സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ് മൊബൈൽ ഫോൺ ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഈ കുട്ടിയുടെ ഈ ഒരു വേർപാട്, ഈ ഒരു മരണം, അത് കുടുംബത്തിനെ അങ്ങേയറ്റം വേദനയെ ഒന്നും നമുക്ക് അത് വാക്കുകളിനപ്പുറമാണ് കേട്ടോ. അത് ശരിക്കും 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഇതിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ പഠിക്കാനാണെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയ കുട്ടിയാണ്. 12 മണിയായിട്ടും കാണാത്തത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരുടെ വീട്ടിലെ അമ്മുമ്മ വിളിച്ചപ്പോഴാണ് കുട്ടിയെ ഈ രീതിയിൽ കണ്ടത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ മനോനിലകൾ പരിശോധിക്കേണ്ട തരത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ എഐയുടെ യുഗമാണ്. അത്തരത്തിലുള്ള ഗെയിമിങ്ങളോട് ഒക്കെ ഉണ്ടാകുന്ന ചില അഡിക്ഷൻ ഉണ്ട്. അതാണോ ഇത്തരത്തിൽ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്നത് എന്നതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും പല വിദേശ രാജ്യങ്ങളും ഈ കൗമാരക്കാരായ കുട്ടികൾക്ക്, അതായത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ, അതായത് കർണാടകയിൽ ഈ സമീപ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ ആ രീതിയിലുള്ള ചില ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം അത്രയധികം നമ്മുടെ പുതിയ തലമുറയെ മൊബൈൽ ഫോണുകൾ അവരിലെ വലിയ രീതിയിൽ അവരുടെ ജീവിതത്തെ തകർക്കുന്ന സാഹചര്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവർ അഡിക്റ്റ് ആകുന്നൊരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചത് അവധിക്കാലമാണ്. ഈ കോവിഡിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളുണ്ട്. കാരണം എല്ലാ കുട്ടികളുടെ കൈവശവും മൊബൈൽ ഫോൺ അവരുടെ പഠനാവശ്യം എന്ന് പറഞ്ഞാണ് വാങ്ങിക്കൊടുക്കുന്നത് മാതാപിതാക്കൾ. പിന്നീട് അവർക്ക് ബാധ്യതയാകുന്നു, കണ്ണീരാകുന്ന അവസ്ഥയുണ്ട്. അച്ഛനും അമ്മയുമായി വലിയ അടുപ്പമില്ലാത്ത രീതിയിലേക്ക് മാറുന്നു. സോഷ്യൽ മീഡിയയിൽ പുതിയ പുതിയ സൗഹൃദങ്ങൾ, ഗെയിമുകൾ. ഒരുപക്ഷെ ഈ ഒരു അവധിക്കാലത്ത് എന്ത് ചെയ്യുമെന്ന് കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കൾ പോലും ആശങ്കപ്പെടുന്നുണ്ട്. അതായത് നമുക്കറിയാം, പണ്ടൊക്കെ കളിസ്ഥലങ്ങളുണ്ടായിരുന്നു, കളിക്കാനായി സ്ഥലമില്ല. വീട്ടിൽ അല്ലെങ്കിൽ അയൽ വീടുകളിൽ കൊണ്ട് വിശ്വസിച്ചേൽപ്പിക്കാമായിരുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ ബന്ധുവീടുകളിൽ ഏൽപ്പിക്കാമായിരുന്നു. ഇന്ന് അവിടെ പോലും വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം. പലപ്പോഴും വീട്ടിനുള്ളിൽ ഈ കുട്ടികളെ തളച്ചിടുകയാണ്. അവർക്ക് കളിസ്ഥലങ്ങളില്ല, വീടിന് പുറത്ത് കളിസ്ഥലങ്ങളില്ല, കൂട്ടുകാരില്ല. പിന്നെ ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്നത്, അവരുടെ കൂട്ടുകാരെന്ന് പറയുന്നത് ഈ ഫോണായി മാറുന്ന സാഹചര്യമുണ്ട്. ഇതിൽ നിന്നും എങ്ങനെ കുട്ടികളെ മോചിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിന് ആരാണ് സാഹചര്യം ഒരുക്കേണ്ടത്? നമ്മുടെ കുടുംബങ്ങളിൽ എത്രത്തോളം ഉപദേശിച്ചാലും, ഇതുപോലെ ഫോൺ നൽകാതെ അവരിൽ നിന്നും അത് ഒളിപ്പിച്ചു വെച്ചാലും ഉണ്ടാകുന്ന ഒരു അപകടമാണ് കടക്കലിൻ്റെ വീട്ടിൽ സംഭവിച്ചത്. എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിടാൻ കഴിയുമെന്നൊരു ചോദ്യമില്ലേ വിനീഷ്? തീർച്ചയായും ടോം, ഈ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കുട്ടികളുടെ ഈ ഓൺലൈൻ ജീവിതത്തെ കുറിച്ച് ശ്രദ്ധ പുലർത്തേണ്ട അത്യാവശ്യമാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിരോധ പ്രവർത്തനം തന്നെയാണ് ഇതിന്റെ ഒരു പരിഹാരം. ഈ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മൊബൈൽ ഉപയോഗം കുടുംബ സമയങ്ങളിൽ വർദ്ധിപ്പിക്കൽ, കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം ഉറപ്പിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും കുട്ടികളെ നമ്മൾ നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ വരും തലമുറയെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഈ ഒരു അഡിക്ഷനിലേക്ക് നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലൈബ്രറികളുടെ കുട്ടികളിൽ വായനാശീലം നടത്തുക, അങ്ങനെയൊക്കെ സ്കൂളുകളിൽ ഒരുപാട് കൗൺസിലിങ്ങും പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ട് എന്നത് കൂടി നമുക്ക് പരിശോധിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. ജില്ലയിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ഈ ഇത്തരം ആത്മഹത്യാ ടെൻഡൻസികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മൾ നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട്. കടക്കൽ കേന്ദ്രീകരിച്ച് തന്നെ ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബോധവൽക്കരണവും അത്യാവശ്യം തന്നെയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോവിഡിന് ശേഷമാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ അമിതമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അവരുടെ പഠനമെല്ലാം മൊബൈൽ ഫോൺ വഴി ആയതുകൊണ്ട് പിന്നീട് അവർ ആ ഒരു രീതിയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നെല്ലാം ഈ ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കുക. കാരണം ജില്ലയിൽ ക്രമാതീതമായി ഈ
നമുക്കറിയാം സംസ്ഥാനം ഒട്ടാകെ ഒരു പഠനം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ഈ ആത്മഹത്യാ പ്രവണതകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, ആത്മഹത്യാ നിരക്ക് ഉണ്ടായിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇതിപ്പോൾ കൊല്ലം ജില്ലയുടെ മലയോര മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം വീണ്ടും ഉണ്ടായതായി ഉള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കടക്കലിലാണ് 14-കാരി ജീവനൊടുക്കിയത്. മാതാപിതാക്കൾ ഫോൺ വാങ്ങി വെച്ചതിൻ്റെ മനോവിഷമത്തിൽ പെൺകുട്ടി ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇനി യുദ്ധത്തിന്റെ ആശങ്കയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. സമാധാന ചർച്ചകൾ നടന്നുവന്ന ട്രംപിന്റെ വാദം തള്ളിക്കളഞ്ഞത് പിന്നാലെ ഇസ്രായേലിലേക്ക് വ്യാപക ആക്രമണം നടത്തിയ ഇറാൻ ടെലവീവിൽ ഉൾപ്പെടെ കനത്ത നാശമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ റോക്കറ്റ് ആക്രമണവും ശക്തമാണ്. സംഘർഷം കടുത്തോടെ ക്രൂഡ് ഓയിൽ വില ഇന്നും 100-ന് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. അജയ് സുധാ ബിജു ചേർന്ന വിവരങ്ങളുമായി. അജയ്, വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നു. ഇസ്രായേലിലേക്ക് കടന്നാക്രമണം, നിരവധി വീടുകൾ തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ. ആളപായമുണ്ടോ, വലിയ നാശനഷ്ടമുണ്ടോ, എന്താണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോം, നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും മധ്യ ഇസ്രായേലിലും അതുപോലെ തന്നെ മുൻപ് ആക്രമണം നടന്ന തെക്കൻ ഇസ്രായേലിലേക്കുമായിരുന്നു ഇറാന്റെ പുതിയ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ നടന്നിട്ടുള്ള അരാദ എന്ന് പറയുന്ന നഗരത്തിൽ ഉൾപ്പെടെ നിലവിലും ഇന്നും ആക്രമണം നടന്നിട്ടുണ്ട്. ടെല്ലവീവിലാണ് പ്രധാനമായിട്ടും ആക്രമണങ്ങൾ നടന്നത്. ഇസ്രായേലിന്റെ തലസ്ഥാനമാണ്, ജനസാന്ദ്രത ഏറെയുള്ള മേഖലയാണ്. ഇവിടെ ഉൾപ്പെടെ ഈ ആക്രമണം നടന്നു എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നെഞ്ചെടുപ്പ് അത് ഒന്നുകൂടി കൂട്ടിയിട്ടുണ്ട്. ടെല്ലവീവിലെ 4 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നിലവിലെ ആക്രമണങ്ങൾ നടന്നത്. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, നിരവധി വാഹനങ്ങളും തകർന്നിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. എന്നാലും പ്രാഥമിക ഘട്ടത്തിൽ 6 പേർക്ക് പരിക്കേറ്റ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ അവിടെയുള്ള ഇസ്രായേൽ പ്രതിരോധ സേന ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം അത് കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ്. പോലീസ് ഉൾപ്പെടെ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന്റെ തെക്കൻ മേഖലകളിലേക്ക് 2 ദിവസം മുൻപേ ഇറാന്റെ ആക്രമണം ഉണ്ടായ സമയത്ത് ഇസ്രായേൽ ഈ പൊതുസമ്മേളനങ്ങൾ ഉൾപ്പെടെ നിരോധിച്ചിരുന്നു. സ്കൂളുകളിലെ ക്ലാസുകൾ ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. അതുകൊണ്ട് തന്നെ അധികം ജനങ്ങൾ ഈ പുറത്തുണ്ടായിരുന്ന സമയത്തല്ലായിരുന്നു ആക്രമണം നടന്നത് എന്നതാണ് ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. നിരവധി ജനങ്ങൾ, ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ബങ്കറുകൾക്കുള്ളിൽ തന്നെയാണ് തുടരുന്നത് എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള ഒരു വിവരങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ വടക്കൻ ഇസ്രായേലിലും നിലവിൽ ആക്രമണങ്ങൾ രൂക്ഷമാണ്. എന്നാൽ ഇതുള്ളത് ഇറാന്റെ ഭാഗത്ത് നിന്നല്ല, ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നാണ് ഈ വടക്കൻ ഇസ്രായേലിലെ ആക്രമണമുള്ളത്. റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് ഇപ്പോഴും അവിടെ സജീവമായി ആക്രമണങ്ങൾ തുടരുന്നു എന്നാണ് വിവരമുള്ളത്. ഇതിനെതിരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടിയും ശക്തമാണ്. ലെബനന്റെ തെക്കൻ മേഖലകളിൽ നിന്ന് ഉടൻ തന്നെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ ഒരു പാലം ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ നിലവിലുള്ള ആക്രമണം നടത്തുന്നത്. അതായത് ഈ തെക്കൻ ലെബനനെയും വടക്കൻ ലെബനനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് തകർത്തത്. ഇതോടെ ലെബനന്റെ ഔദ്യോഗിക സേനയ്ക്ക് തെക്കൻ മേഖലകളിലേക്ക് കടന്നു വരാനുള്ള ഒരു ബന്ധം ഇതോടെ വിച്ഛേദിക്കപ്പെടുകയാണ്. ഇതിലൂടെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനാണ് ഇസ്രായേലിന്റെ ഒരു ശ്രമം എന്ന് പറയുന്നത്. ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് തിരിച്ചടിയും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട്. ടെഹ്റാനിൽ ഉൾപ്പെടെ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാനിലും നിരവധി നഗരങ്ങളിലും ഇറാനുള്ളിലും ആക്രമണങ്ങളുണ്ട്. 6 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. ലെബനനിൽ ഇന്ന് മാത്രം 2 പേർ കൊല്ലപ്പെട്ടെന്നും വിവരങ്ങളുണ്ട്. അതേസമയം ഈ US ഇറാൻ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇന്ന് രാവിലെ ഇറാൻ പൂർണ്ണമായി തള്ളിയിരുന്നു. എന്നാൽ ഇപ്പോൾ ചില അറേബ്യൻ മാധ്യമങ്ങൾ വരുന്ന ചില റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയി അമേരിക്കയുടെ ഈ സമാധാന ചർച്ചകൾ അതിന് സമ്മതം മൂളിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളായിട്ടുള്ള BBC, CNN ഒന്നും ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില അറേബ്യൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത് എന്നതാണ് നമുക്ക് എടുത്തു സൂചിപ്പിക്കേണ്ടത്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇപ്പോഴുമുള്ളത്. മുജ്തബ ഖമനേയി അമേരിക്കയുടെ ഈ സമാധാന ചർച്ചകൾക്ക് കൈകൊടുത്തിട്ടുണ്ട്, അതിനോട് സഹകരിച്ച് അതിൽ ചർച്ച
ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്നാൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ധാരണ എന്ന് പറയുന്നത് മേഖലയിലെ സംഘർഷം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സ്വാഗതം ചെയ്യും എന്നാണ് ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ഈജിപ്തിനോട് നൽകിയിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിലുള്ള ചില മുതിർന്ന ഉദ്യോഗസ്ഥർ അവർ ഈ US-ൽ നിന്ന് ചില സമാധാന സന്ദേശങ്ങൾ ലഭിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതായി ഈ CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവർ പറയുന്നത് US മധ്യസ്ഥർ വഴി ഇത്തരം ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. ആ സന്ദേശം ഇറാന് ലഭിച്ചതായും ഈ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ CBS ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് US-ന്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് അദ്ദേഹം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഇത്തരം മധ്യസ്ഥ ചർച്ചകൾ സഹകരിക്കാം എന്നുള്ള ഒരു നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും വിവരമുണ്ട്. അതുപോലെ തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും സമാധാന ശ്രമത്തിനായി മുന്നോട്ട് വന്നിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങളുണ്ട്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത്തരം ചില മാധ്യമ റിപ്പോർട്ടുകളും ചില അഭ്യൂഹങ്ങളും മാത്രമാണ് നിലവിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ സമാധാന ചർച്ചകൾക്ക് ഈ കൈകൊടുക്കുന്നു എന്നുള്ള രീതിയിൽ. അതായത് ഇങ്ങനെ കാര്യങ്ങൾ നീണ്ടുപോയാൽ കൂടുതൽ വലിയ നാശനഷ്ടങ്ങളിലേക്ക്, കടന്നാക്രമണങ്ങളിലേക്ക് ഇറാൻ കടക്കില്ലേ? ഇറാൻ ഡേർട്ടി ബോംബ് പോലെ പ്രയോഗിക്കാൻ തുനിഞ്ഞേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ യുഎസിന് ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരമൊരു കടുത്ത ആക്രമണത്തിലേക്ക് ഇറാൻ നീങ്ങുമോ? ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, തിരിച്ചടികൾ എന്തൊക്കെയായിരിക്കും? ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർന്നു എന്നാണ് ട്രംപ് ഏതാനും ദിവസങ്ങളായി അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഇറാന്റെ മിസൈൽ സംവിധാനം അത് വളരെ അഡ്വാൻസ്ഡ് ആണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇസ്രായേലിന്റെ തെക്കൻ മേഖലകളിൽ നടന്ന ആക്രമണം. ഇതിനായി ഇറാൻ ഉപയോഗിച്ചത് അവരുടെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 സ്റ്റേജ് ഇന്റർഗലക്റ്റിക്കൽ ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പോൾ ഇതുൾപ്പെടെ അവർക്ക് നിരവധി മിസൈൽ സംവിധാനങ്ങളുണ്ട്. ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട്, ഈ 2 സ്റ്റേജ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഈ അയൺ ഡോം സംവിധാനത്തെ ഉൾപ്പെടെ വെട്ടിച്ചുകൊണ്ട് അവർ ആക്രമണം നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാന്റെ കൈവശം ഇനിയും ആയുധശേഖരമുണ്ട്. അവർ ഈ ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് ഇറാന്റെ ഒരു ഭൂപ്രകൃതി തന്നെ ഇത്തരം ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ, റഡാറുകളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ആക്രമണങ്ങൾ നടത്താനും ഇറാനെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. ഇവിടെ നിരവധി മലനിരകളും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളും ഉൾപ്പെടെയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ മലകൾക്കുള്ളിൽ, പാറക്കെട്ടുകൾക്കുള്ളിൽ വെച്ച് ഇത്തരം പരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ ഇറാൻ നടത്തിക്കൊണ്ടു വരുന്നു എന്ന് ഇതിനു മുൻപേ തന്നെ US-നും ഇസ്രായേലിനും ഒക്കെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ലഭിച്ചതാണ്. അപ്പോൾ ഇവിടങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഇനിയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രവചിക്കേണ്ടത്. അതുപോലെ തന്നെ US-ന്റെ ഒരു സൈനിക വിന്യാസത്തെ പറ്റി ഇപ്പോൾ പല സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് പല വിദഗ്ധരും. പ്രധാനമായിട്ടും US-ന്റെ ഒരു സുപ്രധാനമായിട്ടുള്ള വിമാനവാഹിനി കപ്പലായിട്ടുള്ള ജെറാർഡ് ആർ ഫോർഡ് ഇത് ഇറാന്റെ തീരത്ത് വിന്യസിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ജെറാർഡ് ആർ ഫോർഡ് അത് സർവീസിനായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ് US-ന്റെ 5 യുദ്ധ വിമാനങ്ങൾ ഇതും സർവീസിനായി അയച്ചിട്ടുണ്ട് എന്നതാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഇറാൻ ആക്രമണത്തോടെ ഈ ജെറാർഡ് ആർ ഫോർഡും പിന്നെ എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും ഇറാന്റെ തീരത്ത് നിന്ന് പിന്മാറുകയായിരുന്നു എന്ന് ഇറാന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. അതുപോലെ തന്നെ US-ന്റെ ഈ 5 വിമാനങ്ങളും ഇറാൻ തകർത്തതാണ് എന്നും IRGC അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവർ അവകാശപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം US പുറത്തുവിടുന്ന കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം എന്ന് പറയുന്നത് അത് ഫേക്കായിട്ടുള്ള വിവരമാണ്. കൂടുതൽ സൈനികർ തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സൈനികർ തങ്ങളുടെ കൈവശം ഇപ്പോൾ തടങ്കലിലാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ IRGC പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് നേരത്തെ വലിയ വെല്ലുവിളിച്ച് മുന്നോട്ട് വന്ന അമേരിക്ക, ഇസ്രായേലും ഒക്കെ ഇപ്പോൾ പിന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇറാനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയുമെന്നായിരുന്നു ട്രംപിൻ്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഒക്കെ ധാരണയെങ്കിൽ അതൊക്കെ തെറ്റിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ
വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്തുന്നു. അവരുടെ ഭരണതലവന്മാർ, പല ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലും അതിൽ പതറാൻ, അതിൽ തോൽവി സമ്മതിക്കാൻ ഇറാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ വെല്ലുവിളിയെ പോലും ഏറ്റെടുത്തുകൊണ്ട് ഇറാൻ പ്രതിരോധം തീർക്കുന്നത്. തട്ടിപ്പ് കേസിൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് നടനുമായ കലാഭവൻ സോബി ജോർജ് അറസ്റ്റിൽ. ഊന്നുകൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ ശേഷം മുങ്ങുകയായിരുന്നു. വിവിധ സ്റ്റേഷനുകളിലായി 150ഓളം കേസുകൾ സോബി ജോർജിനെതിരെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തനിക്കെതിരെയുള്ളത് കെട്ടിച്ചമച്ച കേസുകളാണെന്ന് സോബി ജോർജിന്റെ വാദം. ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞത് മുതൽ തന്നെ വേട്ടയാടുകയാണ്. ഇതിലൊന്നും പേടിക്കില്ലെന്നും ബാലഭാസ്കർ കേസിൽ പോരാട്ടം തുടരുമെന്നും സോബി വ്യക്തമാക്കുന്നു. ഒരാൾ സാക്ഷി പറയാൻ പോരുത്. ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞ് അന്ന് തൊട്ട് തുടങ്ങിയ ഈ കോടതിയേറ്റവും ഈ ജയിലും ഇത് ഒന്നും കണ്ടിട്ട് സോബി പേടിച്ച് ബാലഭാസ്കർ കേസിൽ നിന്ന് പിന്മാറുന്ന ആരും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എഴുതാവുന്നതാരും നിങ്ങൾ എഴുതിക്കോ, കുഴപ്പമില്ല. നമ്മള് ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞ അന്ന് തുടങ്ങിയതായ ദുരിതം കേട്ടോ. ഇത് കണ്ടിട്ടൊന്നും ഞാൻ പേടിക്കുന്നത് ഓർക്കണ്ട. നിങ്ങൾക്ക് സൗകര്യമുള്ളതൊക്കെ നിങ്ങൾ എഴുതിക്കോ. ഞാൻ കണ്ട് സത്യമുള്ള ബാലഭാസ്കർ കേസ് തെളിയിച്ചിട്ട് ഞാൻ ലോകത്തുനിന്ന് പോകുള്ളൂ. ഇന്നിപ്പോ അറസ്റ്റ് ചെയ്താലും 2022 ഒരു ചെക്ക് കേസിനാണ്. വെറുതെ നിങ്ങൾ എഴുതിക്കോ, എനിക്കൊന്നും കുഴപ്പമില്ല. അല്ലെന്ന് എത്ര കേസ് നിങ്ങൾ നോക്കാം. നിങ്ങൾ ആരാ പറഞ്ഞേ അല്ലെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയായിട്ട് 4 മാസം ജയിലിൽ കിടന്ന് ഇറങ്ങി പോകുന്ന അപ്പൊ ഈ വാറണ്ടൊക്കെ അന്നേരം നടക്കണ്ടേ? നിങ്ങൾ ചുമ്മാ കഥ പറഞ്ഞേ കുറച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ. പക്ഷെ ബാലഭാസ്കർ കേസിൽ അവസാനം ഞാൻ ജയിക്കും. ഇതൊന്നും കാണിച്ച് നിങ്ങൾ പേടിപ്പിക്കണ്ട. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഈ സോബി ജോർജ് ഇതിനു മുൻപും പല കേസുകളിലും പല ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കക്ഷിയാണ്. അതിനിടെയാണ് ഈ ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞു എന്ന പേരിൽ ഇപ്പോൾ ഒരു പുതിയ ഇരവാദം മുഴക്കിക്കൊണ്ട് രംഗത്തെത്തി. പക്ഷെ ഇത് 1-10 ആളുകളല്ല, നിരവധി ആളുകൾ ഇയാൾ കബളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അമേരിക്കയിൽ സൂപ്പർ മാർക്കറ്റിൽ വരെയും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നാണ് സോബി ജോർജിനെതിരായിട്ടുള്ള പരാതികൾ. ഇത് എത്ര പേരാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്? പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഏകദേശം 150ഓളം കേസുകളുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുണ്ട് ഇദ്ദേഹം നടത്തിയ തട്ടിപ്പുകളുടെ ലിസ്റ്റ്. 150ഓളം പരാതികളാണ് ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനോടകം തന്നെ ഇയാൾ വലിയൊരു തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളുടെ അറസ്റ്റിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. 150ഓളം കേസുകൾ, വിസ തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ്, ജോലി വാഗ്ദാനം ഉൾപ്പെടെയുള്ള നിരവധി പരാതികളാണ് ഇയാൾക്കെതിരെ പോലീസിന് കേസ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ ഈ ഒരു പരാതിയെ തുടർന്ന് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അയാളുടെ ബസ് ജപ്തി ചെയ്യുന്നതിന് വേണ്ടി. ആ പോലീസ് എത്തിയപ്പോൾ ബസ്സിന്റെ ടയറെല്ലാം ഊരി മാറ്റിയിരുന്നു. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ചാണ് പോലീസ് ആ ബസ് ജപ്തി ചെയ്ത് കൊണ്ടുപോയത്. അങ്ങനെ വളരെ ക്രിമിനൽ, അതായത് ഇങ്ങനെ തുടരെ തട്ടിപ്പുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് സോബി. പക്ഷെ അയാൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പറഞ്ഞത് ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് താൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. താൻ അതിൽ പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അന്ന് മുതൽ തന്നെ വേട്ടയാടാൻ തുടങ്ങിയതാണ്. മറുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തനിക്കെതിരെ ഈ വന്നിരിക്കുന്ന പരാതികളെല്ലാം വ്യാജമാണ് എന്നൊരു ഇരവാദമാണ് ഇന്ന് സോബി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 20 വർഷമായി തട്ടിപ്പ് നടത്തുകയാണ് പ്രതി എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് സോബിയുടെ ബസ് ജപ്തി ചെയ്യുന്നതിന് വേണ്ടി വന്നപ്പോഴായിരുന്നു അങ്ങനെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. 2013 അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റിൽ മകന് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കൂനമ്മാവ് സ്വദേശിയായ TV സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്നും 2.5 ലക്ഷം രൂപ തട്ടിയെന്നായിരുന്നു കേസ്. പിന്നീട് അത് 2018 കോതമംഗലം മുൻസിഫ് കോടതി 2,80,00,000 രൂപ ഈടാക്കാൻ ഉത്തരവിട്ടു. പക്ഷേ ഇത് നടപ്പായില്ല. പിന്നീടാണ് 2025 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ മുൻസിഫ് കോടതി ബസ് ജപ്തി ചെയ്യുക, പിന്നീട് അതിന്റെ പലിശ അടക്കം 5 കോടി രൂപ ഈടാക്കാനും ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് 2013 ജോലി തട്ടിപ്പ് കേസിൽ സോബിക്ക് 3 വർഷം തടവ് ശിക്ഷയും കോടതി അന്ന് വിധിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ജയിലിലൊക്കെ കിടന്നതിന് ശേഷമാണ് പുറത്തിറങ്ങി വീണ്ടും ഈ തട്ടിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെ ആ തട്ടിപ്പിനൊടുവിലാണ് വീണ്ടും പിടിയിലാകുന്നത്. 150ഓളം കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടുള്ളത്. പക്ഷേ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സോബി മാധ്യമങ്ങളോടായി പറഞ്ഞത് തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പരാതികളാണ്, തന്നെ ക്രൂശിക്കുകയാണ് അല്ലെങ്കിൽ വേട്ടയാടുകയാണ് എന്നൊരു ഇരവാദമാണ് ഇന്ന് സോബിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്.
നവമി, അതായത് കൃത്യമായ ആസൂത്രിതമായി നടത്തിയ തട്ടിപ്പാണ്. ഈ കേസിൽ ഈ സോബി ജോർജ് മാത്രമാണോ പ്രതി? കൂടുതൽ പേർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ? ടോം, എന്തായാലും അതിൽക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്നതേ ഉള്ളൂ. നിലവിൽ സോബിയെ മാത്രമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. സോബിക്ക് മാത്രമാണ് ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുള്ളത്. സോബിക്കെതിരെയാണ് തെളിവുകളുള്ളത്. അതോടൊപ്പം തന്നെ സോബിയാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊഴിയെടുപ്പുകളും സോബിയെ തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്നൊക്കെ മാത്രമേ ഇതിൽ കൂടുതൽ മറ്റാരെങ്കിലും ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ, സോബിക്ക് സഹായം ചെയ്യാൻ മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ സോബിയെ എന്തായാലും കേസ് പരിഗണിക്കുന്ന സാഹചര്യമാണ്. റിമാൻഡിൽ പോകാനുള്ള ഒരു സാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പണത്തെക്കുറിച്ചൊക്കെ വിശദമായി അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇനി നടക്കുക. നവമി, അതായത് നമ്മുടെ നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സോബി ജോർജ് പല ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്തിയത്. 2013 US സൂപ്പർ മാർക്കറ്റിൽ മകന് ജോലി വാഗ്ദാനം ചെയ്ത് കൂനമാവ് സ്വദേശിയിൽ നിന്നും 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പിന്നീട് ഇദ്ദേഹം പോലീസ് പരാതിപ്പെട്ടു, കോടതിയിൽ പോയി. അങ്ങനെ കോതമംഗലം കോടതി ഈ 2,80,000 രൂപ ഇവർക്ക് നൽകാൻ, ഈ പരാതിക്കാരന് നൽകാൻ ഉത്തരവിടുന്നു. എന്നാൽ ആ ഉത്തരവിനെ പോലും, കോടതിയുടെ നിർദ്ദേശത്തെ പോലും ഗൗനിക്കാതെ ഇയാൾ പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് മുങ്ങി നടക്കുന്നു. മാത്രമല്ല, നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് ജപ്തി ചെയ്യാനെത്തിയപ്പോൾ ബസ്സിൻ്റെ ടയർ ഊരി മാറ്റുന്നു. പക്ഷെ പോലീസ് പിന്നോട്ട് പോയില്ല. പോലീസ് ക്രെയിൻ ഉപയോഗിച്ച് ആ ബസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഒടുവിൽ സോബി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നു. ആരാണ് ഇയാൾക്ക് ഇങ്ങനെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അധികാരം നൽകുന്നതൊരു ചോദ്യമാണുള്ളത്. ഇതുപോലുള്ള നമ്മുടെ നിയമവ്യവസ്ഥയെ ഒരു രീതിയിലും മാനിക്കാത്ത, നിയമവ്യവസ്ഥകളെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സോബി ജോർജിനെതിരെ ശക്തമായ നടപടി വേണ്ടതല്ലേ? എന്തായാലും സോബിക്കെതിരെ നിലവിൽ നൽകിയിരിക്കുന്ന പരാതികളെല്ലാം കൃത്യമായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഈ പണം പറ്റിയതിന്റെ അടക്കം ബാങ്ക് വിവരങ്ങളും ഈ പോലീസ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഈ പരാതിക്കാർ കൈമാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സോബിക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കാരണം 150ഓളം കേസുകളുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെറുതായിട്ടുള്ള കാര്യമല്ല, വലിയ തട്ടിപ്പ് തന്നെയാണ്. ജോലി വാഗ്ദാനം ചെയ്ത് വിസ തട്ടിപ്പ്, അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പ്, അങ്ങനെ വലിയ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ മാത്രമാണ് ഇതിൽ പിടികൂടി 3 വർഷം അയാൾക്ക് തടവ് ശിക്ഷ വിധിച്ചത്. പിന്നീട് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ഈ തട്ടിപ്പ് ആവർത്തിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും അന്വേഷണ സംഘം കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് സോബിക്കെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് ഇന്ന് രാവിലെയോട് കൂടിയാണ് എറണാകുളത്തെ കോടതിയിലേക്ക് ഹാജരാക്കാൻ എത്തിയത്. അപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. ഒരു ഇരവാദം, അതായത് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് താൻ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ്, അന്ന് മുതൽ തന്നെ വേട്ടയാടാൻ തുടങ്ങിയതാണെങ്കിൽ അന്ന് മുതലുള്ള കേസുകളാണ്, താൻ ജയിലിൽ പോയ സമയത്തൊന്നും ഈ കേസുകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണമൊക്കെ നടത്താമായിരുന്നില്ല എന്ന ഒരു അഭിപ്രായമാണ് സോബി പറയുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. സ്ഥിരം ഒരു തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണ് സോബി എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എലത്തൂർ നിയോജക മണ്ഡലത്തിലെ പത്രികാ സമർപ്പണത്തിന്റെ സൂക്ഷ്മ പരിശോധനയിൽ നാടകീയ സംഭവങ്ങൾ. മന്ത്രി AK ശശീന്ദ്രന്റെ വിമതനായി മത്സരിക്കുന്നയാളുടെ പത്രിക സ്വീകരിച്ച രസീത് ഒരാൾ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു. NCP അജിത് പവാർ വിഭാഗം പ്രതിനിധിയായ ശശീന്ദ്രൻ എന്നയാളുടെ പത്രിക വരണാധികാരി ആദ്യം സ്വീകരിച്ചിരുന്നു. എന്നാൽ ചില എതിർപ്പ് ഉയർന്നതോടെ പുനഃപരിശോധനയ്ക്കായി വീണ്ടും വിളിച്ചു വരുത്തിയപ്പോഴാണ് സംഭവം. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് സ്ക്രൂട്ടിനി ആയിരുന്നു നോമിനേഷന്റെ എലത്തൂർ മണ്ഡലത്തിന്റെ. അതിന്റെ ഭാഗമായിട്ട് PK ശശീന്ദ്രന്റെ നോമിനേഷന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. നോമിനേഷൻ കഴിഞ്ഞു. ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റും അതേപോലെ NCP ക്ലോക്ക് ചിഹ്നത്തിലുള്ള രണ്ടും അപ്രൂവ് ചെയ്തതാണ്. രണ്ടും റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിച്ചു. അതിന്റെ ഭാഗമായിട്ട് റെസിപ്റ്റ് എനിക്ക് തരുന്നതിന് പകരം ഒരു തേർഡ് പേഴ്സണ് റെസിപ്റ്റ് കൊടുക്കുന്നു. അയാൾ അത് എടുത്തുകൊണ്ട് ഓടുന്നു. ഞാൻ റെസിപ്റ്റ് ചോദിച്ചപ്പോൾ അവർ തരുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഇതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം NCPയുടെ മെയിൻ പാർട്ടിക്ക് അടക്കം നമുക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലോക്ക് ചിഹ്നം അലോട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. NCP അത് റെക്കഗ്നൈസ്ഡ് പാർട്ടിയായിട്ട് അംഗീകരിച്ചതാണ്. അതുകൊണ്ട് അത് നമുക്കാണ് തന്നിരിക്കുന്നത്. അതിന്റെ കാൻഡിഡേറ്റാണ് PK ശശീന്ദ്രൻ എന്ത് ചെയ്യുന്നത്
മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. എല്ലാ പാർട്ടിയിലെയും കാൻഡിഡേറ്റ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് ഒരു തേർഡ് പേഴ്സൺ പെട്ടെന്ന് കയറി വരുന്നു, ആ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്ത റെസിപ്റ്റ് അയാൾ മേടിക്കുന്നു, അയാൾ ഇറങ്ങി ഓടുന്നു. ഇതുവരെ റിട്ടേണിംഗ് ഓഫീസറിനോ ആ കൂട്ടത്തിലുള്ള ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ റെസിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ആ റെസിപ്റ്റ് കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നാടകീയമായ സംഭവവികാസങ്ങളാണ് എലത്തൂരിൽ നടന്നത്. ഈ രസീത് തട്ടിയെടുത്തയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ സൂക്ഷ്മ പരിശോധന നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് ഈ അജിത് പവാർ വിഭാഗത്തിൻ്റെ ഈ രസീത് തട്ടിയെടുത്തു എന്ന് പരാതിപ്പെടുന്ന പ്രതിനിധികളുടെ നിലപാടെന്താണ്? അല്പസമയം മുമ്പാണ് ഈ പത്രികാ സമർപ്പണത്തിൻ്റെ സൂക്ഷ്മ പരിശോധനയിൽ എലത്തൂരിൽ ചില നാടകീയമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. നമുക്കറിയാം, ഈ NCPയിൽ 2 വിഭാഗങ്ങളുണ്ട്. അതിൽ ഔദ്യോഗികമായിട്ടുള്ള വിഭാഗം തങ്ങളെന്നാണ് അജിത് പവാർ വിഭാഗം പ്രതിനിധികൾ അവകാശപ്പെടുന്നതെങ്കിലും കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി ഔദ്യോഗിക വിഭാഗമായി പ്രവർത്തിക്കുന്നത് AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന, തോമസ് കെ തോമസ് ഉൾപ്പെടെയുള്ള നേതൃത്വം നൽകുന്ന NCP ആണ്. പക്ഷേ അതിനിടെയാണ് ഇത്തരം ചില രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, അത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് 2 വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് കേരളത്തിലും ഇത്ര രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉള്ളത്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, എന്താണ് സംഭവിച്ചത് അവിടെ? ടോം, ഇന്ന് രാവിലെ 11 മണി മുതൽ എലത്തൂർ നിയോജക മണ്ഡലം അടക്കമുള്ള ഇടങ്ങളുടെ സൂക്ഷ്മ പരിശോധന കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ നടന്നു വരികയായിരുന്നു. എല്ലാ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിലായിരുന്നു ഈ പരിശോധന. അദ്ദേഹമാണ് എലത്തൂർ നിയോജക മണ്ഡലത്തിലെ വരണാധികാരി. അവിടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വന്നപ്പോൾ ഈ NCPയിലെ 2 വിഭാഗങ്ങളും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഒന്ന് വർഷങ്ങളായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന AK ശശീന്ദ്രനാണ്, മറ്റൊന്ന് CK ശശീന്ദ്രൻ എന്ന ആൾ. നമുക്കറിയാം, ഈ NCP പാർട്ടി 2ആയി പിളരുകയും അജിത് പവാർ പക്ഷവും ശരത് പവാർ പക്ഷവുമായി നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ശരത് പവാർ പക്ഷത്താണ് ഈ AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ പത്രിക ആ പാർട്ടിയുടെ പേരിലാണ് നൽകിയിരുന്നത്. എന്നാൽ മറുവശത്ത് CK ശശീന്ദ്രൻ എന്ന ആൾ അജിത് പവാർ പക്ഷം, അതായത് ഔദ്യോഗിക NCP വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് പത്രിക നൽകിയത്. അദ്ദേഹത്തിന് പാർട്ടിയുടെ ചിഹ്നമായ, ദേശീയ തലത്തിലുള്ള പാർട്ടിയാണ് NCP, അതിന്റെ ചിഹ്നമായ ക്ലോക്ക് അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി എലത്തൂരിൽ ക്ലോക്ക് ചിഹ്നത്തിലാണ് AK ശശീന്ദ്രൻ മത്സരിച്ചത്. എന്നാൽ ശശീന്ദ്രൻ എന്ന പേരുള്ള NCPയുടെ സ്ഥാനാർത്ഥിയായ മറ്റൊരാൾ ക്ലോക്ക് ചിഹ്നത്തിൽ തന്നെ അവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് ഈ AK ശശീന്ദ്രൻ വിഭാഗത്തിന് വലിയ തിരിച്ചടി നൽകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സൂക്ഷ്മ പരിശോധനയിൽ ഈ പത്രികകൾ എല്ലാം സ്വീകരിച്ചു. അതായത് AK ശശീന്ദ്രൻ നൽകിയ പത്രിക സ്വീകരിച്ചു. ഔദ്യോഗിക വിഭാഗം നൽകിയ 2 പത്രികകൾ, ഒരാൾ സ്വതന്ത്ര ചിഹ്നത്തിന്റെ പേരിലും മറ്റൊന്ന് NCPയുടെ പേരിലും നൽകി. ആ 2 പത്രികകളും സ്വീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പരാതിയുമായി AK ശശീന്ദ്രൻ വിഭാഗം രംഗത്തെത്തുകയും വീണ്ടും ഈ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വീണ്ടും പത്രികകൾ എത്തിക്കുകയും റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ആ പരിശോധനകൾ നടക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് നേരത്തെ പരിശോധന നടത്തി ഈ പത്രിക സ്വീകരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള രസീത് നൽകിയിരുന്നു. ആ രസീതുകളും പത്രികകളും അടക്കമാണ് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കാനെടുത്തത്. ആ സമയത്താണ് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഈ റെസിപ്റ്റുമായി, അതായത് ഈ ഔദ്യോഗിക പക്ഷത്തിന്റെ പത്രിക സ്വീകരിച്ചു എന്ന് കാട്ടിയുള്ള റെസിപ്റ്റുമായി സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടത്. തങ്ങൾക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് AK ശശീന്ദ്രൻ പക്ഷം പറയുന്നത്. മറുവശത്ത് NCPയുടെ ഔദ്യോഗിക വിഭാഗം, അതായത് ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ആളുകൾ പറയുന്നത് തങ്ങൾക്കും ഈ പത്രികയുടെ റെസിപ്റ്റുമായി പോയ ആളെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നാണ്. അങ്ങനെ ആരാണ് ഈ കൗണ്ടർ ഫയൽ കൊണ്ടുപോയതെന്ന ഒരു ധാരണയുമില്ല. എന്തായാലും ഈ പത്രിക സ്വീകരിക്കുമ്പോൾ അതിന്റെ ഒരു പ്രാഥമിക തെളിവെന്നത് ഈ റെസിപ്റ്റാണ്. ഇത് സ്വീകരിച്ചുകൊണ്ടുള്ള റെസിപ്റ്റാണ്. അത് ലഭിക്കാതെ തങ്ങളുടെ പത്രിക സ്വീകരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു ഔദ്യോഗിക രേഖ തങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്നാണ് ഇപ്പോൾ NCP വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ അഭിഭാഷകനും മറ്റും പറയുന്നത്. അദ്ദേഹം ഏതാനും മണിക്കൂറുകളായി തന്നെ ആ റെസിപ്റ്റ് കൈപ്പറ്റുന്നതിനായി ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും ഓടിപ്പോയ ആള് ആരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ആളെ തിരിച്ചറിയാനുള്ള
ശ്രമങ്ങൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് അടക്കം കളക്ടറേറ്റിൽ എത്തിയിട്ടുണ്ട്. വരണാധികാരി, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായി ചില ആശയവിനിമയങ്ങൾ, കൂടിക്കാഴ്ചകൾ എന്നിവ നടത്തുന്നുണ്ട്. എന്തായാലും ആ ഒരു ചർച്ചകൾക്ക് ശേഷമാവും എന്ത് നടപടിക്രമങ്ങളാണ് ഇതിൽ കൈക്കൊള്ളേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെത്തുക. എന്തായാലും പത്രിക ഇതിനകം തന്നെ അംഗീകരിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ മറുപക്ഷത്ത് തങ്ങളുടെ പത്രിക അംഗീകരിച്ചു എന്നതിന്റെ ഏറ്റവും ആധികാരിക രേഖയാണ് ഈ ഒറിജിനൽ രസീത്. അത് ലഭിച്ചാലേ തങ്ങളുടെ ഒരു ഉറപ്പ് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. എന്തായാലും ചർച്ചകൾ നടക്കുകയാണ്. ചർച്ചയ്ക്കൊടുവിൽ ഈ സംബന്ധിച്ചൊരു തീരുമാനം പ്രഖ്യാപിക്കും. ഒപ്പം ഈ രസീത് മോഷ്ടിച്ച് കടന്നു കളഞ്ഞ ആളെ കുറിച്ച് അന്വേഷിക്കാനായി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ആളെ കണ്ടെത്താനുള്ള ഒരു നീക്കങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പരാതി പോലീസിന് നൽകിയേക്കും. എന്തെങ്കിലും സൂചനകളുണ്ടോ? ആരാണ് ഈ രസീത് എടുത്തുകൊണ്ട് പോയതെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? ഇയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരാണോ? എന്താണ് ഈ അജിത് പവാർ വിഭാഗം ഉന്നയിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യം? നമുക്ക് അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല. പക്ഷെ നമുക്കറിയാം ഒരു രാഷ്ട്രീയ വൈര്യതം ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 3 തവണയായി ഈ 15 വർഷത്തോളമായി ഒരേ ചിഹ്നത്തിൽ AK ശശീന്ദ്രൻ എലത്തൂരിൽ നിന്നും മത്സരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ക്ലോക്ക് ചിഹ്നമാണ് ഉള്ളത്, മത്സരിച്ചിരുന്നത്. പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന് ക്ലോക്ക് ചിഹ്നം നഷ്ടമാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം മറുവശത്തുള്ള ഈ വിമതനായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ പേരും ഈ ശശീന്ദ്രൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ വോട്ടർമാർക്ക്, അതായത് പതിവായി AK ശശീന്ദ്രന് വോട്ട് ചെയ്ത ആളുകളിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഇത് ഇടവരും എന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ അടക്കമുള്ളവർക്ക് വളരെ പരിചിതനായ സ്ഥാനാർത്ഥിയാണ് AK ശശീന്ദ്രൻ. ഒപ്പം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് എലത്തൂർ. ഓരോ വർഷവും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടി തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ചിഹ്നം മാറി മത്സരിക്കുന്നത് വിജയസാധ്യതകളെ വലിയ കാര്യമായി ബാധിക്കും എന്ന് ഉറപ്പാണ്. ഒപ്പം മണ്ഡലത്തിലെ പരിചിതരായ ആളുകൾക്ക് AK ശശീന്ദ്രനെ അറിയാവുന്നവർക്ക് അദ്ദേഹത്തിന്റെ പേരും ഒപ്പം അദ്ദേഹത്തിന്റെ വർഷങ്ങളായി ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നം കൂടി ഉപയോഗിച്ച് മറ്റൊരാൾ മത്സരിക്കുമ്പോൾ അത് തികഞ്ഞ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ തന്നെയാണോ ഈ രസീത് മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞതെന്ന് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല. ആരാണ് ഇത് ചെയ്തത് എന്നതിനെ കുറിച്ചൊരു കൃത്യമായ ചിത്രം ഇപ്പോഴും പറയാൻ കഴിയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തിയാവും ഒരു തീരുമാനമെടുക്കുക. പ്രാഥമികമായ പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ട് അല്പസമയത്തിനുള്ളിൽ ഒരു വ്യക്തത ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അനീഷേ? പത്രിക സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യമായ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം AK ശശീന്ദ്രന്റെയും ഒപ്പം അവിടെ മത്സരിക്കുന്ന വിദ്യാ ബാലകൃഷ്ണൻ എന്ന UDF സ്ഥാനാർത്ഥിയുടെയും മറ്റ് 2 പത്രികകൾ, അതായത് CK ശശീന്ദ്രൻ ഒപ്പം അദ്ദേഹം സ്വതന്ത്രനായി നൽകിയിരിക്കുന്ന പത്രിക, അങ്ങനെ 2 പത്രികയാണ് ഈ ഔദ്യോഗിക പക്ഷമെന്ന് വിശേഷിപ്പിക്കുന്ന ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കാൻ പത്രിക നൽകിയിരിക്കുന്ന NCP-കാർ ആവശ്യപ്പെടുന്നു. എന്തായാലും അത് ഈ പത്രികാ സമർപ്പണ വേളയിൽ അത് കാര്യമായ ഒരു അലോസരങ്ങൾ ഉണ്ടാക്കിയില്ല. കാരണം ഈ വിഭജനത്തിന് ശേഷം അല്ലെങ്കിൽ 2ആയി പിരിഞ്ഞ ശേഷം ശരത് പവാർ പക്ഷത്തിന് ക്ലോക്ക് ചിഹ്നം ലഭിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. അവർ 2 തെരഞ്ഞെടുപ്പുകളിൽ, ഒന്ന് മഹാരാഷ്ട്രയിലും പിന്നീട് ഒന്ന് നാഗാലാൻഡിലും, ആ 2 തെരഞ്ഞെടുപ്പുകളിലും ഈ ശരത് പവാർ പക്ഷം മത്സരിച്ചിരുന്നു. അന്ന് 2ഇടത്തും അവരെ ഒരു രജിസ്റ്റേർഡ് പാർട്ടി എന്ന രീതിയിലാണ് അംഗീകരിച്ചിരുന്നത്. നമുക്കറിയാം 3 തരം പാർട്ടികളുണ്ട്. ഒന്ന് നമുക്കറിയാം 3 തരം പാർട്ടികളുണ്ട്. ഒന്ന് രജിസ്റ്റേർഡായ നാഷണൽ പാർട്ടികൾ, ദേശീയ പാർട്ടികൾ, അതായത് BJP, CPM, കോൺഗ്രസ് ഒക്കെ പോലുള്ള ദേശീയ പാർട്ടികളുണ്ട്. 2 സംസ്ഥാനത്ത് മാത്രം ഉള്ള പാർട്ടികളുണ്ട്. RMP പോലെയുള്ള അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളൊക്കെ സംസ്ഥാന പാർട്ടികളാണ്. ഇതിനൊപ്പമാണ് രജിസ്റ്റേർഡ് പാർട്ടികൾ എന്ന ഒരു വിഭാഗമുള്ളത്. NCP-യുടെ ഈ ശരത് പവാർ പക്ഷം, SP പക്ഷം അത്തരത്തിലുള്ള രജിസ്റ്റേർഡ് പാർട്ടി എന്ന രീതിയിലാണ് കണക്കാക്കിയിരിക്കുന്നത്. അവർ ഈ മഹാരാഷ്ട്രയിലും നാഗാലാൻഡിലുമൊക്കെ SP എന്ന പേരിൽ തന്നെയാണ് മത്സരിക്കുകയും ചെയ്ത് അവർ അവിടെ ചില ചിഹ്നങ്ങളൊക്കെ വാങ്ങിയിരുന്നു. ഒരുപക്ഷെ അവർക്ക് ആ ചിഹ്നം അവകാശപ്പെടാൻ കഴിയുകയും ചെയ്തു. പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ NCP കേരളത്തിൽ മത്സരിച്ചിരുന്നത് ആ ക്ലോക്ക് ചിഹ്നത്തിലാണ്. AK ശശീന്ദ്രനടക്കം വലിയ വിജയങ്ങൾ നേടിയത് ആ ക്ലോക്ക്
ക്ലോക്ക് ചിഹ്നത്തിലാണ്. അതുകൊണ്ട് ആ ക്ലോക്ക് ചിഹ്നം നഷ്ടപ്പെടും എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ സൂക്ഷ്മ പരിശോധനാ സമയത്ത് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉന്നയിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞ് ഈ പത്രികയെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഈ പത്രിക സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാവും ഒരു പക്ഷേ ഈ തങ്ങൾക്ക് പറ്റിയ ഒരു പിഴവിനെ പറ്റി, അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥി പത്രിക അംഗീകാരം നൽകിയതിലൂടെ വരാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ച് AK ശശീന്ദ്രന്റെ വിഭാഗത്തിനൊരു പുനർചിന്തനം ഉണ്ടായതെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിലാണ് അവർ വീണ്ടും പത്രിക ഒന്നുകൂടി സൂക്ഷ്മ പരിശോധന നടത്തണം, അതിൻ്റെ രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഔദ്യോഗികമായ വിപ്പ് നൽകി, അല്ലെങ്കിൽ ഈ ഒരു ഓതറൈസേഷൻ കൊടുക്കും. ഈ പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാർ, ദേശീയ അധ്യക്ഷന്മാരുടെ ഒരു പിന്തുണക്കുറിപ്പൊക്കെ ഉണ്ട്. അത്തരം രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞോ എന്നടക്കമുള്ള ഒരു വിശദമായ പരിശോധനകൾ വേണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു. അതേ തുടർന്നാണ് വീണ്ടും പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്കായി എത്തിച്ചത്. ആ സമയത്താണ് ഈ കൗണ്ടർ ഫോയിൽ, അല്ലെങ്കിൽ നേരത്തെ പത്രിക സ്വീകരിച്ചുകൊണ്ടുള്ള രസീതുമായി ആൾ കടന്നു കളഞ്ഞത്. എന്തായാലും ആൾ ആരാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചിത്രം വ്യക്തമല്ല. AK ശശീന്ദ്രൻ വിഭാഗം പറയുന്നത് തങ്ങൾക്ക് അത്തരത്തിൽ ഈ റെസിപ്റ്റ് മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല, മത്സരത്തിനാണ് തങ്ങൾ ഇരിക്കുന്നത്, തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വളരെ വർഷങ്ങളായി തന്നെ നാട്ടുകാർക്ക് അറിയാവുന്ന ആളാണ്, ചിഹ്നമോ മറ്റു പേരിലോ ഒന്നും കാര്യമില്ല. കാരണം പിളർപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ക്ലോക്ക് ചിഹ്നം അജിത് പവാർ പക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇടതുപക്ഷത്തിന്റെ പേരിലാണ് തങ്ങൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് ആളുകളെയും പേരുമൊക്കെ നാട്ടുകാർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ രസീത് അടിച്ചു മാറ്റി പോകേണ്ട ആവശ്യമൊന്നും തങ്ങൾക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഒരു നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് നടന്നത് നമുക്ക് പറയേണ്ടി വരും. പതിവില്ലാത്ത, അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ളൊരു സംഭവമാണ്. ജാതനായ ഒരാൾ വരുന്നു. നാടകീയമായ സംഭവങ്ങളാണ് കോഴിക്കോട് എലത്തൂരിൽ നടന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്കിടെ സ്ഥാനാർത്ഥിയുടെ, അതായത് AK ശശീന്ദ്രന് റിബലായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ രസീത് തട്ടിയെടുത്തെന്നാണ് പരാതി. പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്, CCTVകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. കോഴിക്കോട് മുക്കം പുഴയോര ഹോട്ടലിൽ മോഷണം നടത്തിയ മോഷ്ടാവിനെ മുക്കം പോലീസ് പിടികൂടി. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി സുരേഷിനെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വിവരങ്ങളുമായി ഗുലാം നബി ആസാദ് ചേരുന്നു മുക്കത്തുനിന്ന്. ആസാദ്, കഴിഞ്ഞ ദിവസമാണ് ഈ മോഷണം നടന്നത്. പ്രതിയിലേക്ക് ഉടൻ തന്നെ പോലീസ് എത്താൻ കഴിഞ്ഞു. ഇയാൾ തനിച്ചായിരുന്നു മോഷണം നടത്തിയത്, എങ്ങനെയാണ് പിടിയിലായത്? ടോം, ഈ മുക്കം പുഴയോരം ഹോട്ടലിൽ കഴിഞ്ഞ മാർച്ച് 9 പുലർച്ചെ 4 മണിയോട് കൂടിയാണ് മോഷണം നടന്നത്. ഒരാൾ മാത്രമാണ്, പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി സുരേഷ് എന്ന ആളാണ് മോഷണം നടത്തിയിരുന്നത്. അയാളെയാണ് ഇപ്പൊ മുക്കം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് പിടികൂടിയ സുരേഷിനെ മുക്കത്ത് എത്തിക്കുകയും ഇന്ന് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 9 പുലർച്ചെ 4 മണിക്ക് ഈ പുഴയോരം ഹോട്ടലിന്റെ മുമ്പിൽ എത്തിയ സുരേഷ് ഹോട്ടലിന്റെ മുൻവശത്തെ ഡോറ് തകർത്ത് അകത്ത് കയറുകയും ഷെൽഫിലുണ്ടായിരുന്ന പണം 5000-ഓളം രൂപ മോഷ്ടിക്കുകയും അതുപോലെ തന്നെ ഈ ക്യാഷ് കൗണ്ടറിന് മുകളിൽ ഉണ്ടായിരുന്ന ഭണ്ഡാരത്തിൽ നിന്നും ഉണ്ടായിരുന്ന പണവുമാണ് മോഷ്ടിച്ച് കടന്ന് കളയുകയായിരുന്നു. അത് തന്നെ ഈ മോഷണത്തിന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പോലീസിന് ആളെ തിരിച്ചറിയാൻ പറ്റിയതും കഴിഞ്ഞ ദിവസം പിടികൂടാൻ കഴിഞ്ഞതും. ഈ സുരേഷ് നേരത്തെയും നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ്. ഇയാൾ നേരത്തെ മോഷണ കേസുകളിലെ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം നേരത്തെ മോഷണം നടത്തിയത് കൊണ്ട് തന്നെയാണ് പോലീസിന് എത്രയും പെട്ടെന്ന് ഇയാളെ തിരിച്ചറിയാനും കണ്ടെത്താനും പറ്റിയതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഈ സുരേഷിന്റെ മൊഴിയിൽ പറയുന്നത് മറ്റൊരു വിചിത്രമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, സുരേഷിന് ഈ ഹോട്ടലിൽ ഈ മോഷണം നടത്തുന്നതിന്റെ തലേ ദിവസം സുരേഷ് ഈ ഹോട്ടലിൽ ജോലി ആവശ്യാർത്ഥം എത്തിയിരുന്നു. ഉടമയോട് ജോലി ആവശ്യപ്പെട്ട സമയത്ത് ഉടമ സുരേഷിന്റെ വിശദാംശങ്ങൾ, ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള താങ്കൾ മദ്യപിക്കുമോ അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമോ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നടത്തിയിരുന്നു. ഇത് സുരേഷിന് പറ്റിയില്ല. അതിന്റെ വൈരാഗ്യത്തിലാണ് താൻ മോഷണം നടത്തിയതെന്ന രീതിയിലാണ് സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്.
വ്യക്തമാണ്. ഗുലാം നബി ആസാദാണ് കോഴിക്കോട് മുക്കത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസ് പെട്രോൾ ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. മുക്കം പുഴയോരം ഹോട്ടലിൽ രാത്രിയിൽ മോഷണം നടന്ന സംഭവം ദൃശ്യങ്ങളടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പാലക്കാട് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൂർണ്ണമാകും. നമസ്കാരം.